എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മാജിക് ഓഫ് തിങ്കിങ് ബിഗ് എന്ന പുസ്തകത്തിൻ്റെ രണ്ടാം ഭാഗത്തെ പറ്റിയാണ്. ഒന്നാം ഭാഗം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. തീർച്ചയായിട്ടും അത് വ്യൂ ചെയ്യണം. എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് മാജിക് ഓഫ് തിങ്കിങ് ബിഗ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഏതൊരു ഉദ്യോഗാർത്ഥിയായാലും ഒരു ബിസിനസ്മാൻ ആയാലും ആരായാലും വായിച്ചിരിക്കേണ്ട വളരെ മനോഹരമായ ബ്യൂട്ടിഫുള്ളായ ഒരു പുസ്തകമാണ് മാജിക് ഓഫ് തിങ്കിങ് ബിഗ് എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ ഭാഗത്തിൽ ഈ ഒരു പുസ്തകം നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് ചിന്തകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണ് എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിൻ്റെ മെയിൻ ജോലി എന്ന് പറയുന്നത് ഒരുപാട് ചിന്തകളെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. അതൊരു ഫാക്ടറിയാണ്, ചിന്തകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയാണ് എന്ന് പറയുന്നത്. ഇതിൽ രണ്ട് ഫോർമാൻമാരുണ്ട്. ഒന്നിൻ്റെ പേര് മിസ്റ്റർ വിജയ് എന്നുള്ളതും മറ്റേതിൻ്റെ പേര് മിസ്റ്റർ തോൽവി എന്നുള്ളതുമാണ്. അപ്പോൾ മിസ്റ്റർ വിജയ് എന്ന് പറയുന്ന ഫോർമാൻ എപ്പോഴും എന്താണ് പോസിറ്റീവായിട്ടുള്ള ചിന്തകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് പോസിറ്റീവായ ചിന്താഗതികളാണെങ്കിൽ മിസ്റ്റർ തോൽവി എന്നുള്ള ആൾ എപ്പോഴും ആ ഫോർമാൻ എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്ത് നിരാശാജനകമായ ചിന്താഗതികളാണ് ഉണ്ടാക്കുന്നത്. ഈ രണ്ട് ഫോർമാൻമാർക്കും ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ഈ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടു പേരും ഭയങ്കര അനുസരണശീലമുള്ളവരാണ്. അതായത് നിങ്ങൾ മിസ്റ്റർ വിജയോട് പറയുന്നു ഇന്ന് വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു ദിവസമാണ്, ഇന്ന് സൂപ്പറായ ദിവസമാണ് എന്ന് നിങ്ങൾ വിജയോട് പറയുകയാണെങ്കിൽ ആ മിസ്റ്റർ വിജയ് എന്ന് പറയുന്ന ഒരു ഫോർമാൻ നിങ്ങൾക്ക് അത് കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കും. അതെ, ഇന്ന് വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു ദിവസമാണ് എന്ന് പ്രൂവ് ചെയ്യും. അത് ഇന്ന് ഒരുപാട് നല്ല ബിസിനസ്സുകൾ കിട്ടി, അത് കിട്ടി, ഇത് കിട്ടി, അന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായ കാര്യങ്ങളായിരിക്കും. കാരണം അന്ന് മിസ്റ്റർ വിജയിയാണ് ആക്റ്റീവായിട്ട് ഉള്ള ഫോർമാൻ എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ മിസ്റ്റർ തോൽവിയും നല്ല അനുസരണയുള്ളൊരു ഫോർമാനാണ്. മിസ്റ്റർ തോൽവിയോട് പറയുന്നു ഇന്ന് വളരെ നശിച്ച ദിവസമാണ്, ഇന്ന് ഇതാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ നെഗറ്റീവാണ് നമ്മൾ മിസ്റ്റർ തോൽവിയോട് പറയുന്നത്. അത് മിസ്റ്റർ തോൽവി എന്ന് പറയുന്നത് നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാക്കുന്ന ഫോർമാനാണ്. അപ്പോൾ പുള്ളി എന്താകും, ആക്റ്റീവാകും. അപ്പോൾ അന്നത്തെ ദിവസം നമുക്കറിയാം, നമ്മുടെ മനസ്സിനെ തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഒരു നെഗറ്റീവ് ചിന്തകൾ നമ്മൾ തുടങ്ങിയാൽ നെഗറ്റീവ് ചിന്തകളുടെ ഒരു ഘോഷയാത്ര തന്നെ നമ്മുടെ മനസ്സിൽ വരാറുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മൾ മിസ്റ്റർ തോൽവി എന്ന് പറയുന്ന ഫോർമാനെയാണ് നമ്മളത് വിളിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളീൻ്റെ പണി വളരെ മനോഹരമായിട്ട് ചെയ്തു തീർക്കും. ഒരുപാട് നെഗറ്റീവ് തോട്ട്സുകളും നെഗറ്റീവ് ചിന്താഗതികളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ എത്തിക്കും. അപ്പോൾ നമ്മൾ തന്നെ പറയും വളരെ മോശം ദിവസമാണ്, നമ്മുടെ ആ ദിവസം സ്പോയിലാണ്. അപ്പോൾ ഇതിന് ഏറ്റവും നല്ലൊരു വഴി എന്ന് പറയുന്നത് മിസ്റ്റർ തോൽവി എന്ന് പറയുന്ന ഫോർമാനെ പിരിച്ചുവിടുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു വഴി. ആ ഫാക്ടറിയിൽ നിന്ന് മിസ്റ്റർ തോൽവി എന്ന് പറയുന്ന ഫോർമാനെ പിരിച്ചുവിടുക. മിസ്റ്റർ വിജയ് എന്ന് പറയുന്ന ഫോർമാനെ വേണ്ട വിധത്തിൽ പരിഗണിക്കുക, അയാൾക്ക് നല്ല ജോലികൾ കൊടുത്തുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. പിന്നീട് ഈ പുസ്തകം നമ്മളോട് സംസാരിക്കുന്നത് വിജയിക്കാൻ ഏറ്റവും പ്രധാനമായി വേണ്ടത് നമുക്ക് നമ്മളോട് തന്നെയുള്ളൊരു വിശ്വാസമാണ് എന്ന് ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. അതായത് നമുക്ക് നമ്മളോട് ഒരു വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ, അതാണ് ആദ്യമായി വേണ്ടത്. ആ വിശ്വാസം ജനിപ്പിക്കുന്നതിന് വേണ്ടി ഒരു 3 കാര്യങ്ങൾ ഈ പുസ്തകം നമ്മളോട് പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മളെപ്പോഴും വിജയത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കും ഇതൊന്നും അത്ര വലിയ സംഭവം, ഇതൊക്കെ പരാജയപ്പെടും, അങ്ങനെയുള്ള ചിന്താഗതികളുമായാണ് നമ്മൾ പലപ്പോഴും ഒരു സംശയ ദൃഷ്ടിയോടെയാണ് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ തുടങ്ങുന്നത്. പക്ഷേ അതിന് പകരം നമ്മളിത് വിജയിക്കും, ഇത് സക്സസ്ഫുൾ ആകും എന്നുള്ള വിശ്വാസത്തോടെയാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു കാര്യത്തിൽ വിജയിക്കും എന്ന് പറയുന്നു. പിന്നീട് രണ്ടാമത് നമ്മളോട് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറമാണ് നിങ്ങൾ. നമുക്ക് പലപ്പോഴും നമ്മളുടെ ലൈഫ് എക്സ്പീരിയൻസ് തന്നെ നോക്കും. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇത്രയും സംഭവമാണോ എന്ന് നമുക്ക് മനസ്സിലാകുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ട് അല്ലേ. നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. പക്ഷേ ചില സിറ്റുവേഷൻസുകൾ, ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പെർഫോം ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ സംശയം തോന്നും, ഇത് നമ്മൾ തന്നെ ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ പുസ്തകം നമ്മളോട് പറയുന്നു നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും മുകളിലാണ്. നമുക്കൊരു ചാലഞ്ചിങ് ആയ സിറ്റുവേഷൻസൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മളെ കഴിവുകൾ മാക്സിമം പുറത്തെടുക്കുമ്പോൾ നമുക്ക് തന്നെ സംശയം തോന്നാറുണ്ട്.
ഇത് നമ്മൾ തന്നെയാണോ ഇത് ചെയ്തത്? പണ്ടേതൊരു എഴുത്തുകാരൻ പറഞ്ഞതുപോലെ അത് എഴുതി കഴിഞ്ഞപ്പോൾ തോന്നിയിട്ടുണ്ട് ഇത് ഞാൻ തന്നെയാണോ എഴുതിയത് എന്നുള്ളത്. കാരണം ആ എഴുതുമ്പോൾ മാത്രമാണ്. അപ്പം നമുക്ക് ഒരു അപാരമായ ഓരോ മനുഷ്യനും ഒരു അപാരമായ സാധ്യതയുള്ള ആളാണെന്ന് ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. പിന്നീട് നമ്മളോട് പറയുന്നത് നിങ്ങളെല്ലായ്പ്പോഴും വലുതായി ചിന്തിക്കുക എന്നുള്ളതാണ്. നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോഴും അതിനെപ്പറ്റി വലിയ വലിയ കാര്യങ്ങൾ, ഇപ്പം അതിന് പറയുന്ന ഫ്യൂച്ചർ ലെറ്റർ പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ 5 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ വളരെ മനോഹരമായ ബാംഗ്ലൂർ അല്ലെങ്കിൽ വലിയ വലിയ സിറ്റികളിൽ നമ്മൾ ജീവിക്കും. വലിയ ഉദ്യോഗം, നമ്മുടെ കമ്പനി ഇങ്ങനെ വലിയ സിറ്റികളിൽ ഒരു സ്വന്തം ഓഫീസ് പണിയും ഒക്കെ. അങ്ങനെ വലിയ വലിയ ചിന്തകൾ നമ്മൾ വലുതായി ചിന്തിക്കുക. ഇത് മൂന്നുമാണ് ജീവിതത്തിൽ വിജയിക്കാനുള്ള നല്ല കാര്യങ്ങൾ എന്ന് പറയുന്നു. അതുകൂടാതെ ഈ പുസ്തകം നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തെ ഒരു പരീക്ഷണശാലയായിട്ട് കണക്കാക്കുക. ഈ പരീക്ഷണശാല എന്ന് പറഞ്ഞാൽ അതിനൊരുപാട് ചിലവുകളും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുള്ളൊരു പരീക്ഷണശാലയല്ല ഇതിലുദ്ദേശിക്കുന്നത്. നമ്മുടെ സമൂഹം തന്നെ, നമ്മളുടെ ചുറ്റുപാടുകളും എടുത്താൽ 2 പേരെ നിങ്ങൾ സെലക്ട് ചെയ്യുക. ജീവിതത്തിൽ വിജയിച്ചവരെയും നന്നായി വിജയിച്ചവരെയും, അതായത് ഒരുപാട് കഴിവുകൾ ഉണ്ടായിട്ടും പരാജയപ്പെട്ടവരെയും, ഇവരെ നമ്മൾ ഒബ്സർവ് ചെയ്ത് ഈ പുസ്തകം പിന്നീട് പറയുന്ന പോയിന്റുകളുമായി ഇവരെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് അയാൾ പരാജയപ്പെട്ടത്, എന്തുകൊണ്ടാണ് അയാൾ വിജയിച്ചത് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്താൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ പരാജയപ്പെട്ടവരെപ്പോഴും കുറ്റവും കുറവും കംപ്ലൈൻറ്റും ഒക്കെ പറയുന്നവരായിരിക്കാം. ജീവിതത്തിൽ വിജയിച്ചവർ അവർക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളോട് നന്ദിയുള്ളവരായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ തീർച്ചയായും ഈ പുസ്തകം വായിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ അടുത്ത ഭാഗത്തെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്.